അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജാൻസ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്ന് നമുക്ക് റിബൺ വെച്ചിട്ടൊരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ക്ലിപ്പാണ്. ഗ്രോസ് ഗ്രീൻ റിബൺ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഡിസൈനുള്ള ഒരു ഗ്രോസ് ഗ്രീൻ റിബണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വിഡ്ത്ത് 2.5 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. നമുക്കിതിൻ്റെ ലെന്ത് 64 സെൻറ്റിമീറ്റർ എടുക്കണം. നമുക്ക് 64 സെൻറ്റിമീറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സെൻറ്റിമീറ്റർ റിബൺ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു പാറ്റേൺ കട്ട് ചെയ്യാനായിട്ട് റെഡിയാക്കണം. അതിനായിട്ട് കട്ടിയുള്ളൊരു പേപ്പർ ഞാൻ 8 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മിഡിൽ ഭാഗം ഒന്ന് മടക്കിയെടുത്ത ശേഷം രണ്ട് സൈഡും 2 സെൻറ്റിമീറ്റർ വീതം അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ 4 സെൻറ്റിമീറ്ററും താഴെ 8 സെൻറ്റിമീറ്ററും ആയിട്ട് കിട്ടും. മിഡിൽ വെച്ച് മടക്കിയ ശേഷം നമ്മൾ അടയാളപ്പെടുത്തിയ പോയിന്റിലോട്ട് ചരിച്ച് കട്ട് ചെയ്തെടുക്കാം. അവിടെ 4 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. താഴെ 8 സെൻറ്റിമീറ്ററും വരുന്നുണ്ട്. ഇനി നമുക്ക് റിബണിൽ ഇത് അടയാളപ്പെടുത്തി കൊടുക്കാം. മേൽഭാഗം ഡിസൈൻ ആയതുകൊണ്ട് നമുക്ക് അടയാളപ്പെടുത്തുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. അത് കാരണം ഞാൻ ബാക്ക് സൈഡിലാണ് ഇത് വെച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ 4 സൈഡും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. അടുത്ത സൈഡ് മാർക്ക് ചെയ്യുമ്പം ഈ പാറ്റേൺ ഒന്ന് തിരിച്ചു വെച്ചിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. റിബൺ ഫുള്ളായിട്ട് ഈ പാറ്റേൺ വെച്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡും ഒന്ന് ബേൺ ചെയ്ത് കൊടുക്കണം. ആ നൂല് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്ത് കൊടുക്കാതിരുന്നാൽ ഈ നൂലൊക്കെ ഇങ്ങനെ ഇളകി വരും. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇതൊന്ന് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇനി അതിലുള്ള വർക്ക് ചെയ്യാൻ. ഇനി നമുക്കൊരു ത്രെഡും നീഡിലും എടുത്ത് നമ്മൾ മാർക്ക് ചെയ്തുള്ള പോയിന്റുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാകും. നമ്മൾ ആ പോയിന്റുകളിലൂടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വലിച്ച് ചെറുതാക്കി എടുക്കണം. നമ്മുടെ ക്ലിപ്പിൽ ഏത് ക്ലിപ്പിലാണോ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ആ ക്ലിപ്പിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഇതൊന്ന് ചുരുക്കിയെടുക്കണം. ചുരുക്കിയെടുക്കുമ്പോൾ മേൽഭാഗം മേളിൽ വരുന്ന രീതിയിൽ വേണം എടുക്കാൻ. ഡിസൈനുള്ള ഭാഗം മേളിൽ വരണം. ഞാനിതൊരു സെൻട്രൽ ക്ലിപ്പിലാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് അനുസരിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചുരുക്കിയെടുക്കണം. ഇത് മുകളിൽ വെക്കുമ്പോൾ 2 സൈഡും കാണാത്ത രീതിയിൽ സെൻട്രൽ ക്ലിപ്പിനേക്കാളും കുറച്ചുകൂടി ഒന്ന് വലുതാക്കിയിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. കറക്റ്റ് ലെന്താക്കിയ ശേഷം നമുക്കിതൊന്ന് ത്രെഡ് വെച്ചൊന്ന് സെക്യൂർ ചെയ്തെടുക്കാം.
നമ്മുടെ റിബൺ ഇവിടെ നമുക്ക് ആവശ്യമുള്ള അളവിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്യാൻവാസ് ക്ലിപ്പിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കണം. ഇതിന് പകരം നിങ്ങൾക്ക് ഫെൽറ്റ് ഷീറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതിയാവും. കട്ട് ചെയ്ത ശേഷം നമ്മൾ ക്ലിപ്പിൻ്റെ മുകളിൽ വെച്ചൊന്ന് അളവ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത ശേഷം ഈ റിബൺ ഇതിലോട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ഞാൻ ഹോട്ട് ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. ഇത് സ്റ്റിക്ക് ചെയ്യുമ്പം മേൽഭാഗം ഡിസൈൻ കറക്റ്റായിട്ട് വരാനൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് ക്ലിപ്പിലോട്ട് ഒട്ടിക്കാം. അതിൻ്റെ ഹോട്ട് ഗ്ലൂ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതിയാകും. വളരെ ഭംഗിയായിട്ടുള്ള ഒരു ക്ലിപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.